വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5 കിലോഗ്രാം കൊക്കോ ബീൻസ് ഈക്വൽസ് 1 ഗ്രാം 24 ക്യാരറ്റ് ഗോൾഡ്. 50 കിലോഗ്രാം കൊക്കോ ബീൻസ് കൊടുക്കുകയാണെങ്കിൽ 10 ഗ്രാം 24 ക്യാരറ്റ് ഗോൾഡ് കോയിൻ. വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ? അതെ സുഹൃത്തുക്കളെ, കൊക്കോ ആണ് ഇന്നത്തെ താരം. ഇന്നലെ 1 കിലോ കൊക്കോ ബീൻസിന് 1000 രൂപയുടെ മേലെയാണ് വില വന്നിരിക്കുന്നത്. ഇപ്പം നിലവിലെ ട്രെൻഡ് അനുസരിച്ച് കൊക്കോയുടെ വില 1500-ന് മുകളിൽ പോയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ആലോചിച്ചാൽ മതി. സ്വർണത്തിന് തുല്യമായിട്ട് കൊക്കോ വരുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊക്കോ ആണ് താരം. കൊക്കോയുടെ ഏറ്റവും പ്രധാന ഉൽപ്പാദന രാജ്യങ്ങളായിരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളായിരുന്നു കാമറൂണ്, അതുപോലെ തന്നെ ചാഡ്, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഐവറി കോസ്റ്റ്. ഈ രാജ്യങ്ങളിലൊക്കെ കാലാവസ്ഥാ വ്യതിയാനം മൂലം കൊക്കോ കണ്ടമാനം നശിച്ചു പോവുകയും ഇനി അവിടെ ഒരു കൊക്കോ റിവൈവ് ചെയ്ത് വരണമെങ്കിൽ ഏതാണ്ട് 10 വർഷം സമയമെടുക്കും. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ കൊക്കോ കൃഷിയുണ്ട്. പിന്നെ കൊക്കോ കൃഷിയുള്ള ഇന്ത്യയിലും ചൈനയിലുമാണ്. ഈ രാജ്യങ്ങളിലൊക്കെ കൊക്കോ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഡിമാൻഡ് വളരെയധികമാണ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ വളരെയധികം കുറഞ്ഞു. അപ്പോൾ ഈ 1500 രൂപയിൽ കൂടുതൽ 1 കിലോ ബീൻസിന് പോകുമെന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ മറ്റൊന്നുമല്ല. കേരളത്തിൽ ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുകയും പിന്നീട് വെട്ടിക്കളയപ്പെടുകയും ചെയ്ത ഒരു കൃഷിയാണ് കൊക്കോ കൃഷി. അതായത് വില കൂടുമ്പോൾ കൊക്കോ കൃഷി ചെയ്യും, വില കുറയുമ്പം വെട്ടിക്കളയും. ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു കൊക്കോ ഇതൊരു 10 വർഷം മുമ്പ് ഞാൻ നട്ടതാണ്. അപ്പോൾ ഈ കൊക്കോ നടുന്ന സമയത്ത് 1 കിലോ പച്ചയ്ക്ക് 40 രൂപയായിരുന്നു വില. ഉണക്ക കൊക്കോയ്ക്ക് 160 രൂപ മുതൽ 200 രൂപ വരെ. അപ്പോൾ 10 വർഷം മുമ്പ് വെച്ച ഒരു കൊക്കോയാണ് ഇപ്പം നമുക്കതിൽ നിന്ന് ഭംഗിയായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കുന്നത്. വില കൂടുന്ന സമയത്ത് കൃഷി ചെയ്യുകയും വില കുറയുമ്പം വെട്ടിക്കളയാതിരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ കൃഷി നമുക്ക് ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. കൊക്കോ കൃഷിയിൽ കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണമൊക്കെ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് കായ് ചെയ്യുന്ന രോഗം, കറുത്ത കായ ഉണ്ടാകുന്ന രോഗം, വാസ്കുലർ സ്ട്രിക്ക് ബാക്ക്, പിങ്ക് രോഗങ്ങൾ, അതുപോലെ തന്നെ കീടങ്ങളായിട്ടുള്ള മിലിബഗ്സ്, തേയില കൊതുക്, അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള രോഗങ്ങളും കൊക്കോയ്ക്കും ഉണ്ടാകാറുണ്ട്. ഈ രോഗങ്ങളെയൊക്കെ കൃത്യമായിട്ടുള്ള സമയത്ത് കീടനാശിനികളും അതുപോലെ തന്നെ ഫംഗിസൈഡ്സ് ഉപയോഗിച്ച് നിയന്ത്രിച്ച് നിർത്തുകയാണ് ഉത്തമമായിട്ടുള്ള കാര്യം. കൊക്കോ കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയത്തുള്ള വളപ്രയോഗവും അതുപോലെ തന്നെ പ്രൂണിങ് 2 സമയത്ത് നടത്തണം. ഒന്ന് മെയ് മാസത്തിൽ ഒരു പുതിയ മഴയൊക്കെ പെയ്ത് ഒരു 3-4 നല്ല മഴ കിട്ടിയ ശേഷം ഒരിക്കൽ പ്രൂൺ ചെയ്യുക. പിന്നെ സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടി ഒരു പ്രൂണിങ്. അങ്ങനെ 2 പ്രൂണിങ് ചെയ്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കട്ടൊക്കെ ചെയ്ത് കൊടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊക്കോയെ ഒരു കുട പോലെ നിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു കൊക്കോ തന്നെ നോക്കുകയാണെങ്കിൽ ഇതിലിപ്പം നിലവിൽ 100 കായിലധികം ഉണ്ട്. അതായത് 100 കായ എന്ന് പറഞ്ഞാൽ 10 കിലോ പച്ച, അതായത് 3 കിലോയിലധികം ഉണക്ക ബീൻസ് കിട്ടും. ഒരു വർഷം ഒരു 250 കായ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 കിലോ ഉണക്ക ബീൻസിന് യാതൊരു പഞ്ഞവുമില്ല. അതായത് ഒരു ചെടിയിൽ നിന്ന് ഒരു വർഷം ഇപ്പോഴത്തെ വിലയ്ക്ക് 6000 രൂപ. ലാവിഷായിട്ട് ജീവിക്കാൻ ഇതിലധികം വേറൊരു കൃഷിയും വേണ്ട. ഗുണനിലവാരമുള്ള കൊക്കോ ബീൻസ് ലഭിക്കുന്നതിനായിട്ട് 7 ദിവസം ഫെർമെൻറ്റേഷന് നമ്മൾ ഇടണം. ഈ ഫെർമെൻറ്റേഷൻ ഇടയ്ക്ക് ഏതാണ്ട് 3000-ലധികം കെമിക്കൽ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. കൊക്കോയുടെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് ലളിതമാണ്.
പൊട്ടിച്ചെടുത്ത കൊക്കോയുടെ കാമ്പ് ഒന്നുകിൽ ലൈനിങ് ഇല്ലാത്ത പ്ലാസ്റ്റിക് ചാക്കിലോ അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു കൂന കൂട്ടി 7 ദിവസം വെച്ച ശേഷം അത് 4 ദിവസം വെയിലത്ത് ഉണക്കിയെടുത്താൽ മതി. ഒരു ലോട്ടിൽ 50% ബീൻസ് ഫെർമെൻറ്റ് ചെയ്താൽ മതി. വൃത്തിയായി സൂക്ഷിക്കുന്ന കൊക്കോത്തോട്ടം ഒരു പരിധിവരെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും വിമുക്തമായിരിക്കും. വെറും 200 രൂപയിൽ താഴെ കടന്നിരുന്ന കൊക്കോ ബീൻസിന് ഇന്നലെ ഞാൻ വിറ്റ വില 1000 രൂപയുടെ മുകളിലാണ്. അതായത് ഒരു വർഷം കൊണ്ട് ഒരു വസ്തുവിന് 450% വില വർധന. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, കൊക്കോയ്ക്ക് വില കൂടിയതുകൊണ്ട് ദയവ് ചെയ്ത് ആരും കൃഷി ചെയ്യരുത്. കൃഷിയായിട്ട് തന്നെ കൃഷിയെ കാണുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.